എന്നടാ വിഷയം? അണ്ണ നമ്മുടെ പാണ്ഡിതുര അണ്ണനില്ലേ, അണ്ണനെ പറ്റി ആള് തെറി പറഞ്ഞു. എന്നടാ? കഴിഞ്ഞ ദിവസേ ഒരു സിനിമയുടെ ലോഞ്ച് നടന്ന സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേജിന്റെ മുകളിൽ. അത് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ധ്യാനിനെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു കാര്യമൊക്കെ ഇങ്ങനെ എയർലി ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ. മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തമിഴ്നാട് CM വിജയെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തമാശ രൂപേണ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതന്നത്തെ ചോരത്തിളപ്പിന് വിജയ് CM ആയപ്പോ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിനേക്ക് CM ആവാന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ചു പറഞ്ഞു, നീ ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ആദ്യം CM ആവണ്ട, അതിനു മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല ഇല്ലേ? ഇല്ല ഇല്ലേ? ഇല്ലാന്ന്. നമ്മുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം. സത്യമായി പറയുന്നവനായി രാജാക്കന്ന് ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പറയുന്നത് ചാരിറ്റി ഒക്കെ ചെയ്തു. വിജയ് ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒന്നുകളഞ്ഞോ പൊന്തി. അയ്യോ, ഊഹിക്കുന്നുടാ പട്ടി. എന്നിട്ട് നമുക്ക് പതിയെ CM ആവും. ആദ്യം നമ്മുടെ പ്രസിഡന്റ് ആയതിനു ശേഷം CM ആവും. നോക്കിയിരുന്നോ, അതാണ് തെക്ക്. പക്ഷെ സംഗതി ഇപ്പൊ എന്താ അറിയോ, ഒരു പിടുത്തമുട്ട കളിയായി പോയി തോന്നുന്നു. തമിഴ്നാട്ടിൽ നിന്ന് അതിഭീകരമായിട്ടുള്ള തമിഴ് മക്കളുടെ രോഷം ഭയങ്കരമായിട്ട് പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പോസ്റ്റുകൾ, കുറേ തമിഴ് ചാനലുകൾ, കുറേ തമ്മിലുകൾ. ഇനിയിപ്പോ ഈ തമിഴ്നാടിന്റെ ബോർഡർ കിടക്കാൻ പറ്റുന്നില്ല. കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ ലേശം പാടായിരിക്കും ധ്യാനം എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറില്ലെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അഥവാ ഒളിച്ചോടുകയാണെങ്കിൽ നമ്മൾ കുടുംബത്തോടെ ഒളിച്ചോടേണ്ടി വരും. ഒപ്പം എന്റെ കുടുംബവും കാണും. CM സാർ, വിജയ് സാർ, എൻ്റെ കൂട്ടുകാരൻ എങ്ങനെ പറയുന്നത്, നൻപൻ. നൻപനുക്ക് പൈത്യം, അതിനാൽ എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാതെ നിങ്ങൾ മന്നിച്ചെടുക്കുക. ഇവന്റെ സമനില ആകെ തകർന്നിരിക്കുക. എന്ത് ചെയ്യാൻ അമ്മച്ചി, കൂട്ടുകാരനെ ഭ്രാന്തായി പോയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ? ചിലപ്പോ മാറ്റിവെക്കുന്ന പറഞ്ഞ പോലെ നവ്യ, എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എന്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ ആള് മോശമല്ലല്ലോ. ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആവുമ്പോഴല്ല, CM ആവുമ്പോ വന്നാൽ മതി. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്ന് വേണ്ടെന്നു വേണ്ടോ മലാളെ. കണ്ണ് നനച്ചുകൊണ്ട് നമ്പി ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ?